ഹായ് ഫ്രണ്ട്സ്, ട്രീ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചേമ്പ് കറിയുടെ റെസിപ്പി കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സൂപ്പർ ഒരു ചേമ്പ് കറിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കിയെടുത്തത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കട്ടെ. നമ്മൾ എടുത്തിരുന്ന ഒരു ചേമ്പിൻ്റെ ഒരു തൊലിയൊക്കെ നല്ലതുപോലെ ചേമ്പി കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം ആവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ചേമ്പല്ലേ, ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായിട്ടൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു സ്റ്റീം അടിച്ചെടുക്കുക കേട്ടോ. ഒന്നിൽ കൂടുതൽ അടിക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെന്ത് പോകും. അപ്പോൾ ഒരു സ്റ്റീം അടിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ചേമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്തിട്ട് കറിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10-12 വെളുത്തുള്ളി വരെ ഇട്ട് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. ചെറിയ സവാളയാണ്. ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സവാള ചെറിയ രീതിയിലൊന്ന് നമുക്ക് വാടി വരണേ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന സവാളയുടെ കളറൊക്കെ മാറി ഒരു പകുതി ഭാഗത്തോളം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയേ. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു തക്കാളി ഒന്ന് വെന്ത് നമുക്ക് ഉടഞ്ഞു കിട്ടണം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആ ഒരു പൊടിയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ആ ഒരു പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കുക. ചേമ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാൻ. വീണ്ടും ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനീ ഒരു കറിയിലേക്ക് വേറെ പുളി ചേർത്ത് കൊടുക്കണില്ല, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടെങ്കിൽ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചേമ്പ് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.